കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഭാര്യയും രാഹുൽ ഗാന്ധി, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ മാതാവുമായിട്ടുള്ള സോണിയാഗാന്ധിയുടെ അവസ്ഥ എന്താണ്? ഈ അവസ്ഥയിൽ ആരും തന്നെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സോണിയാഗാന്ധി മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം സോണിയാഗാന്ധിയെ സംബന്ധിച്ചുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. ഇതിനിടയിൽ മകൻ രാഹുൽ ഗാന്ധി വികാരാധീനനായി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയറ്റിലെ അണുബാധയും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രിയാണ് അവരെ പ്രവേശിപ്പിച്ചത്. അമ്മയെ ശുശ്രൂഷിക്കാൻ രാഹുൽ ഗാന്ധിയും ആശുപത്രിയിൽ തങ്ങി. ഈ സമയത്ത് അദ്ദേഹം ഒരു വൈകാരിക വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കുബുദ്ധിയെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങേയറ്റം വിമർശിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത്, ഒരു മലയാളിയായ നേഴ്സ് എൻ്റെ അമ്മയെ പരിചരിക്കാൻ അവിടെ ഒരുപാട് നേരം ഉറക്കമുളച്ചു നിന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് മലയാളികളെ പുകഴ്ത്തുന്ന രാഹുൽ ഗാന്ധി മറന്നു പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേഴ്സുമാരിൽ മലയാളി നേഴ്സുമാരാണ് ഏറ്റവും മികച്ച നേഴ്സ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുമ്പോൾ മറ്റ് നേഴ്സുമാരെ രാഹുൽ ഗാന്ധി ഇകഴ്ത്തിക്കാട്ടുകയാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ആശുപത്രിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുൽ ഗാന്ധി തന്റെ മനസ്സിലെ കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ ആശുപത്രിയിലെ എൻ്റെ അമ്മയുടെ മുറിയിലെ ഒരു ചെറിയ സോഫയിൽ ഉറങ്ങുകയായിരുന്നു. അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഏതൊരു മകനെയും പോലെ ഞാനും ആശങ്കാകുലനായിരുന്നു. എന്നാൽ ആ പ്രയാസകരമായ നിമിഷത്തിൽ കേരളത്തിൽ നിന്നുള്ള നേഴ്സ് എന്നെ പിന്തുണച്ച രീതിയിൽ നിന്ന് എനിക്ക് വലിയ ആശ്വാസം ലഭിച്ചു. അവർ എന്നെ വലുതായി ആശ്വസിപ്പിച്ചു. നേഴ്സുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, നേഴ്സ് എല്ലാ മണിക്കൂറിലും വന്ന് സോണിയാഗാന്ധിയുടെ കൈ പിടിച്ച് പുഞ്ചിരിയോടെ അവരെ പരിചരിക്കുമായിരുന്നു. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ കേരളത്തിന്റെ പെൺമക്കൾ ഡൽഹിയിൽ മാത്രമല്ല മുഴുവൻ രാജ്യത്തും ലോകത്തിലുമുള്ള ആളുകൾക്ക് ആശ്വാസവും മനസ്സമാധാനവും നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്വത്വം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഇത് കേരളത്തിന്റെ മാത്രം സ്വത്വമല്ല, ലോകത്തെല്ലായിടത്തും നേഴ്സുമാർ ഇതുപോലെ തന്നെയാണ് രോഗികളെ ശുശ്രൂഷിക്കുന്നതും രോഗികളെ പരിചരിക്കുന്നതും എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് സോണിയാഗാന്ധി ആയതുകൊണ്ടാണ് അവർ ഉറക്കമുളച്ച് പരിചരിച്ചത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിവിലേജിനെ ചോദ്യം ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. പോരാത്തതിൻ്റെ സാധാരണക്കാരനായിരുന്നുവെങ്കിൽ ഈ നേഴ്സ് രാത്രി ഉറക്കമുളച്ചിരിക്കുമായിരുന്നു എന്നും ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മീഡിയകൾ പ്രത്യേകിച്ച് എക്സിൽ അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ നേഴ്സുമാർ മാത്രമല്ല ലോകത്തുള്ള എല്ലാ നേഴ്സുമാരും ഇത്തരത്തിൽ തന്നെയാണ് പണിയെടുക്കുന്നതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.